നമ്മുടെ നാട്ടിൽ ഒരുപാട് സിലബസുകൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ ഒരു സ്കൂളും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് തുടക്കത്തിലെ നമ്മളെ മണി മാനേജ്മെൻറ്റ്. താങ്കളൊരു കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും നമ്മുടെ കേരള സ്കൂളിൽ കൊണ്ടുവരാൻ ആഗ്രഹം? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുട്ടികൾക്ക് മണി സ്പെൻഡിങ് ഹാബിറ്റ്സിനെ കുറിച്ച് വാല്യൂ അവെയർ ചെയ്യണം. അതായത് അവരുടെ സ്കൂൾ ത്രൂ തന്നെ, അതായത് ഇപ്പം നമുക്കറിയാം സ്കൂളിൽ തന്നെ പല ആക്ടിവിറ്റീസ് ചെയ്തിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പഠിക്കുന്നുണ്ട്. അവർ പോയി മാർക്കറ്റിൽ ഇറങ്ങി വിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു പോക്കറ്റ് മണി യൂസ് ചെയ്തിട്ട് വേണം അവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് അവിടെ കൊണ്ടുവരണം. ആ ഒരു ഹാബിറ്റ് നമ്മൾ ഫാമിലി ത്രൂ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നന്നാവും. പക്ഷേ അതൊരു എല്ലാവരും അപ്പോൾ ചിന്തിക്കുക, എന്താ ചൈൽഡ് ലേബറെ നടത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചൈൽഡ് ലേബർ അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വൊക്കേഷണൽ കോഴ്സസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കാണാം, ചെറുപ്പത്തിലെ ആൾക്കാർ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ചെയ്യും. ഇപ്പം സ്കൂളിൽ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നാളെ എന്തായാലും എനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മളെ സിലബസ് മാത്രം പഠിച്ചു പോയ കുട്ടികൾ എന്താവും, ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതിൽ പോവും, എല്ലാം അമ്മയും അച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവരെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ ഒരിക്കലും വലിയൊരു എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നില്ല, പക്ഷെ ചെറിയൊരു തുള്ളി മതി പെരുവെള്ളാക്കാൻ. അപ്പൊ ആ ഒരു ഐഡിയ ഇപ്പം നമുക്ക് കാണാം, സോഷ്യൽ മീഡിയയിലും എല്ലാം ന്യൂസിലും ഒക്കെ കാണാം, പല കുട്ടികൾ ഇന്നോവേറ്റീവായി പല സാധനങ്ങളും പുറത്തിറങ്ങുന്ന, റോബോട്ടിക് ആയിട്ടും പല സയന്റിഫിക് എക്യുപ്മെന്റ്സ് ഒക്കെ. അത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്.